സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൈത്താക്കാലത്തിൻ്റെ 6-ാം ഞായറാഴ്ചയായ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വചനവിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്കുള്ള ഈശോയുടെ ജെറുസലേം യാത്രയും അതിനുവേണ്ടിയുള്ള ഈശോയുടെ പ്രവർത്തനങ്ങളുമാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശം എന്നുള്ളത് അത്ഭുതങ്ങളുടെയും സൗഖ്യത്തിൻ്റെയും മാത്രം പിറകെ പോകുന്നവരും അതിനെ ആശ്രയിക്കുന്നവരും അതിൽ ആഘോഷിക്കുന്നവരും കർത്താവിൻ്റെ രക്ഷയ്ക്ക് എപ്പോഴും പാത്രീഭവിക്കണമെന്നില്ല എന്നുള്ളത് കൂടിയാണ്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ യേശു ജെറുസലേമിലേക്ക് നടത്തുന്ന യാത്രയെ അനുസ്മരിച്ചുകൊണ്ടാണ്. ഈശോ ജെറുസലേമിലേക്ക് യാത്ര നടത്തുകയാണ്. പോകും വഴി സമറിയായുടെയും ഗലീലയുടെയും മധ്യേയുള്ള ഒരു ഗ്രാമത്തിൽ അവിടുന്ന് പ്രവേശിക്കുകയാണ്. പ്രസ്തുത ഗ്രാമത്തിൽ പ്രവേശിക്കുന്ന അവസരത്തിൽ ഈശോയെ കണ്ട് അകലെ നിന്ന് 10 കുഷ്ഠരോഗികൾ അവനിലേക്ക് വിളിച്ചപേക്ഷിക്കുകയാണ്, യേശുവേ, ഞങ്ങളിൽ കനിയണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ കണ്ട മാത്രയിൽ ഈ കുഷ്ഠരോഗികൾ ഈശോയോട് അപേക്ഷിക്കുകയാണ്, യേശുവേ, ഞങ്ങളിൽ കനിയണമേ. ഇതൊരു പ്രാർത്ഥനയാണ്, അപേക്ഷയാണ്, ഒരു യാചനയാണ്. ഈ യാചനയ്ക്ക് മുന്നിൽ, പ്രാർത്ഥനയ്ക്ക് മുന്നിൽ ഈശോ അവരുടെ ആവശ്യം നിവർത്തി കൊടുക്കുകയാണ്. ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്തയുടെ വിഷയമായി ഞാൻ കരുതുന്നത് ഇതുതന്നെയാണ്. ഈശോ ഈ കുഷ്ഠരോഗികൾക്ക് നൽകുന്ന ദൗത്യമാണ്, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്മാർക്ക് തങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ ആവശ്യകത പുരോഹിതന്മാരിൽ നിന്ന് അവർക്ക് തങ്ങളുടെ ജീവിതത്തിലേക്ക് ശുദ്ധിയുടെ സാക്ഷ്യപത്രങ്ങൾ കിട്ടേണ്ട അവസരങ്ങളിലാണ്. ഇവിടെ കുഷ്ഠരോഗികളായിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരോട് ഈശോ പറയുകയാണ്, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. അതുവഴി ഈശോ വിവക്ഷിക്കുന്നത് വളരെ വ്യക്തമാണ്, അവരിൽ നിന്ന്, പുരോഹിതന്മാരിൽ നിന്ന് ശുദ്ധതയുടെ സാക്ഷ്യപത്രം ഈ കുഷ്ഠരോഗികൾക്ക് ലഭിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈശോ ഒരിക്കലും കുഷ്ഠരോഗികൾക്ക് ആദ്യം തന്നെ സൗഖ്യം പ്രദാനം ചെയ്തില്ല. മറിച്ച് അവരുടെ രോഗാവസ്ഥയിൽ തന്നെ അവരോട് ഈശോ പറയുകയാണ്, നിങ്ങൾ പോയി പുരോഹിതന്മാരെ നിങ്ങൾക്ക് തന്നെ കാണിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഈ കുഷ്ഠരോഗികളുടെ മനോഭാവമാണ്. തങ്ങളുടെ രോഗാവസ്ഥയിൽ, തങ്ങളുടെ രോഗം മാറാത്ത, തങ്ങൾ അശുദ്ധമായിരിക്കുന്ന അവസ്ഥയിൽ തങ്ങളോട് ഈശോ പറയുകയാണ്, പോവുക. അവിടെ ഈശോയുടെ വാക്കുകൾ അവർ ശ്രവിക്കുകയാണ്. അവർ പോയി, പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത ഇതിൽ ഒന്ന് കുഷ്ഠരോഗികളുടെ ഈശോയിലുള്ള വിശ്വാസമാണ്. അവർ അവരുടെ ഗുരു അല്ലെങ്കിൽ തങ്ങൾ ആരിൽ നിന്ന് സൗഖ്യം പ്രതീക്ഷിച്ചുവോ ആ വ്യക്തിയിൽ അർപ്പിക്കുന്ന പൂർണ്ണമായ വിശ്വാസം, ആ സമർപ്പണം, അത് അവരെ സൗഖ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കുഷ്ഠരോഗികളുടെ ആ അഗാധമായ വിശ്വാസം, അവർ ഇരുട്ടിലേക്കുള്ള ഒരു എടുത്തുചാട്ടം എന്നതുപോലെ തന്നെയാണ് അവരുടെ വിശ്വാസത്തെ അവർ കരുതിയത്. അവർ പൂർണ്ണമായും ഈശോയുടെ വാക്കിൽ അർപ്പിച്ചു. ആ അർപ്പണം അവർക്ക് സൗഖ്യത്തിലേക്ക് നയിച്ചു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷം നൽകുന്ന ഒരു പ്രധാന സന്ദേശം എന്ന് പറയുന്നത്, നമ്മളും ഈ കുഷ്ഠരോഗികളെ പോലെ പകച്ചു നിൽക്കേണ്ട ഓരോ അവസരങ്ങളിലും പകച്ചു നിൽക്കാണ്ട് നമ്മൾ കർത്താവിൽ ശരണം വെച്ചുകൊണ്ട് അവൻ്റെ വാക്കുകളിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ സൗഖ്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും എന്നുള്ള ഒരു വസ്തുതയാണ്. പിന്നെ മറ്റൊരു ചിന്ത നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്രകാരം പോകുന്ന കുഷ്ഠരോഗികൾക്ക് അവരുടെ മനോഭാവം അവർ പൂർണ്ണമായും ഈശോയിൽ അർപ്പിച്ചപ്പോൾ അവർക്ക് സൗഖ്യം അവരുടെ ജീവിതത്തിൽ വന്നു. ഇവിടെ നമ്മുടെ ജീവിതങ്ങളിലും
പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുമാണ് നമ്മൾ ദൈവത്തോട് പ്രത്യുത്തരിക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് പലതും ആവശ്യപ്പെടുന്നത്. ഇവിടെ കുഷ്ഠരോഗികൾ ദൈവം ആവശ്യപ്പെട്ടതുപോലെ പോകാൻ പറഞ്ഞപ്പോൾ, പുരോഹിതന്മാർക്ക് തങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അസഹനീയാവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ ദൈവം പലപ്പോഴും നമ്മോടും ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലൊക്കെ തന്നെയാണ്. നമ്മുടെ ഒരു കാര്യവും കണ്ടുകൊണ്ടല്ല, നമ്മുടെ തികച്ചും നിസ്സഹായാവസ്ഥയിൽ, നമ്മുടെ അശുദ്ധിയിൽ, നമ്മുടെ കുറവുകളിൽ തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ വാക്കുകൾക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പോകുമ്പോൾ, അവൻ്റെ വാക്കുകളിൽ വിശ്വാസം പൂർണ്ണമായി അർപ്പിക്കുമ്പോൾ അവിടെ രക്ഷ കൈവരും എന്നുള്ള വലിയ വസ്തുതയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആണ് രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിർമ്മലമായ വിശ്വാസം, പൂർണ്ണമായ കർത്താവിലുള്ള ആശ്രയം, ഇരുട്ടിലേക്കുള്ള എടുത്തിയാട്ടം എന്നതുപോലെയുള്ള വിശ്വാസം, അത് ഒരുവനെ രക്ഷയിലേക്ക് കൊണ്ട് എത്തിക്കും. കുഷ്ഠരോഗികൾക്ക് കിട്ടിയ ദൗത്യം പുരോഹിതന്മാർക്കുടെ മുന്നിൽ പോവുക എന്നുള്ളത് ആയിരുന്നു. പാതി വഴിയിൽ അവിടെ സുഖപ്പെട്ടവരുണ്ട്. സുഖപ്പെട്ടവരിൽ 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ മാത്രമാണ് ഈശോയിലേക്ക് തിരിച്ചു വന്നത്. ബാക്കി ഉള്ളവരെല്ലാവരും അവരുടെ സൗഖ്യം ലഭിച്ച അവസ്ഥയിൽ അവർ കർത്താവിൽ നിന്ന് അല്ലെങ്കിൽ മടങ്ങിയവരിൽ നിന്ന് അവർ പോയി. അവർക്ക് സൗഖ്യം കിട്ടി, അവർക്കത് മതിയായിരുന്നു. പക്ഷേ നമ്മൾ വചനത്തിൽ കാണുന്നത് ഒരു വസ്തുതയുണ്ട്. മടങ്ങി വന്ന ഈശോയ്ക്ക് ആദരമർപ്പിച്ചവന്, നന്ദി പറഞ്ഞവന് കിട്ടിയത് സൗഖ്യം മാത്രമല്ല, അവന് കിട്ടിയത് രക്ഷയും കൂടിയാണ്. കർത്താവ് പറയുന്ന വചനം വളരെ വ്യക്തമാണ്. ഈശോ മടങ്ങി വന്നവനെ നോക്കി പറയുകയാണ്, ഈ വിജാതീയനല്ലാതെ വേറെ ആർക്കും മടങ്ങി വരുവാൻ തോന്നിയില്ലല്ലോ. വിജാതീയനായ ഒരു വ്യക്തി, അതായത് ബാക്കി എല്ലാ വ്യക്തികളും 9 പേരും 10 പേരിൽ 9 പേരും യഹൂദ ജനത്തിൽ ഈശോയുടെ വംശാവലി അല്ലെങ്കിൽ ഈശോയുടെ അതേ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള വ്യക്തികൾ, അവരാരും ഈശോയെ അന്വേഷിച്ച് വന്നില്ല. രക്ഷ കിട്ടിയപ്പോൾ അവരുടെ വഴിയിലൂടെ അവർ പോയി. പക്ഷേ ഇവിടെ നന്ദി പറയുവാനായി തിരിച്ചു വന്ന സമറിയാക്കാരൻ, വിജാതീയനായ വ്യക്തി തിരിച്ചു വന്നപ്പോൾ അവന് സൗഖ്യം കിട്ടി, അവിടെ രക്ഷ കിട്ടി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഈശോയുടെ സൗഖ്യം അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് അത് ഒരു കൂട്ടരിലേക്ക് ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് എല്ലാവരിലേക്കും ഉള്ളത് ആണ് എന്നുള്ളതാണ്. ഈശോ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ പക്കലേക്ക് മാത്രം വന്നതല്ല, മറിച്ച് അതിൻ്റെ അപ്പുറത്തും രക്ഷയ്ക്ക് അവിടുന്ന് കൊടുക്കുവാനായി കഴിയും എന്നുള്ളതിൻ്റെ വലിയ നേർചിത്രമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ തരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സൗഖ്യം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായ സൗഖ്യത്തിൻ്റെ ഒപ്പം രക്ഷയും കൂടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നന്ദിയുടെ പ്രകാശനവും മടങ്ങിവരവും ആവശ്യമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയായാലും ആ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, അവിടെ പോവുകയും അതിനോട് പ്രത്യുത്തരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കാണ്ട് നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ പോയ സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ദൈവം വിളിച്ച വിശുദ്ധിയിലേക്ക് നടന്ന് അടുക്കണം എന്നുള്ള ഒരു വസ്തുത കൂടി ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ പുറപ്പെട്ട ഇടത്തേക്ക്, നമ്മൾ പുറപ്പെടുന്നതും നമ്മൾ ആരംഭിക്കുന്നതും എല്ലാം കർത്താവിൽ നിന്നാണെന്ന് നമുക്കറിയാം. അപ്പോൾ കർത്താവിൻ്റെ അടിസ്ഥാനപരമായ വിശുദ്ധിയിലേക്ക് നമ്മളുടെ ഉറവിടങ്ങളെ നമ്മൾ ചേർത്ത് വയ്ക്കുന്നിടത്താണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ വൈദികനായാലും എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഞാൻ മറ്റ് പല മേഖലകളിലായാലും ജീവിതത്തിൻ്റെ പല പടവുകൾ കയറിയാലും, നമ്മൾ മെത്രാനായാലും അല്ലെങ്കിൽ പലവിധ നമ്മൾ മേഖലകൾ കടങ്ങിയാലും, അതെല്ലാം എനിക്ക് ഈ ലോകത്തിൽ ചെയ്യുവാനുള്ള ദൗത്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും നമ്മൾ അടിസ്ഥാനപരമായ വിളിയിലേക്ക്, വിശുദ്ധിയിലേക്ക് ഉള്ള മടങ്ങിപ്പോക്ക് തന്നെയാണ് രക്ഷ നമുക്ക് കൊണ്ടെത്തിക്കുന്നത്. സൗഖ്യം നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ ഉപരിവിപ്ലവമായിട്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് പലതും കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് തികച്ചും ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. പക്ഷേ ആ കരുണയ്ക്ക് ഒരു നന്ദി പറയച്ചലിൻ്റെ, മടങ്ങി വരവിൻ്റെ ഒരു ലക്ഷ്യവും കൂടി അതിന് പിന്നിലുണ്ട്. അവിടെയായി നമ്മുടെയൊക്കെ വിളിയുടെ അർത്ഥം പൂർണ്ണമാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അടുത്ത പ്രധാന പ്രതിവാദി വിഷയം എന്ന് പറയുന്നത്, നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക്, പൂർണ്ണതയിലേക്ക്, വിശുദ്ധിയിൽ ആരംഭിക്കുന്ന ജീവിതങ്ങൾ, നിർമ്മലമായ ജീവിതം നമ്മൾ ആരംഭിച്ചതുപോലെ തന്നെ തിരിച്ച് നിർമ്മലമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെടുന്നിടത്താണ് പൂർണ്ണമായും നമുക്ക് രക്ഷ കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട്
നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ജീവിതാവസ്ഥയിലും നമ്മൾ ഒരു മടങ്ങിപ്പോക്ക്, നന്ദി പറച്ചിൽ കർത്താവിനോട് ആവശ്യമായിട്ട് ഇരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ദൈവം തന്നിരിക്കുന്ന സമയങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോഴാണ് അത് നന്മയായി ഭവിക്കുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോഴാണ് അത് വിശുദ്ധവുമായി തീരുന്നത്. ഇവിടെ കർത്താവിലേക്ക് മടങ്ങി വന്ന് നന്ദി പറയുവാൻ സന്നദ്ധനായ വിജാതീയനായ സമറിയാക്കാരനായ വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ സൗഖ്യം മാത്രമല്ല രക്ഷയ്ക്കും കാരണമായത് അവൻ മടങ്ങി വരവിന് വേണ്ടി അവൻ തയ്യാറായി. ചെയ്യേണ്ട സമയത്ത്, നന്ദി പറയേണ്ട സമയത്ത് കർത്താവിലേക്ക് മടങ്ങി വന്നു, നന്ദി പറഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവന് രക്ഷ കിട്ടിയത്. വചനം രേഖപ്പെടുത്തുന്നത് അവന് രക്ഷ കിട്ടി. അവൻ്റെ വിശ്വാസം അവനെ രക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും അടിസ്ഥാനപരമായ രക്ഷയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മളും ഇതുപോലെ കർത്താവിലേക്ക് അടിസ്ഥാനപരമായ വിശുദ്ധിയിലേക്ക് മടങ്ങണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ പരസ്പരം സ്നേഹിച്ചും ചേർത്ത് നിർത്തിയും നന്ദി പറഞ്ഞും പ്രോത്സാഹിപ്പിച്ചും ക്ഷമിച്ചും ജീവിക്കുന്നിടത്ത് തന്നെയാണ് കർത്താവിൻ്റെ രക്ഷ നമ്മിലേക്ക് കടന്നു വരുന്നത്. നമ്മളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.